നെഗറ്റീവായ ശീലങ്ങൾ മാറ്റിയെടുക്കാൻ, മനസ്സിലെ ടെൻഷൻ മാറ്റാൻ, വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കാനൊക്കെ മിക്ക മോട്ടിവേഷണൽ ട്രെയിനേഴ്സും സ്വീകരിക്കുന്ന എളുപ്പ വഴിയാണ് ഇവിടെ ട്രാൻസ് എന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ച് കാണിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ പങ്കെടുത്തതിനെ കൊണ്ടോ, മോട്ടിവേഷണൽ വീഡിയോ കണ്ടതിനെ കൊണ്ടോ, അല്ലെങ്കിൽ മോട്ടിവേഷണൽ പുസ്തകങ്ങൾ വായിച്ചതിനെ കൊണ്ടോ ഭൂരിപക്ഷം ആൾക്കാർക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് മാറ്റങ്ങൾ ചിലപ്പോൾ 2 ദിവസത്തേക്ക് മാത്രം നിലനിൽക്കുന്നു, പിന്നെയും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു? വീഡിയോ അവസാനം വരെ കാണുക. അതിൻ്റെ കാരണവും പ്രതിവിധിയും നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ KG രാജേഷ്, ലീപ് സെൻറ്റർ കണ്ണൂരിലെ സൈക്കോളജിസ്റ്റ്. സൈക്കോളജി ഫീൽഡിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മറയും കൂടാതെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്ലാസ്സുകളും വീഡിയോകളും പുസ്തകങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കി ഈ കൂട്ടർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പേടി മാറ്റാൻ കണ്ണാടി നോക്കി എനിക്ക് നല്ല ധൈര്യമുണ്ടെന്ന് കുറേ ആവർത്തിച്ചുകൊണ്ടിരിക്കും. മറ്റു ചിലരാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും. ചിലർ പോസിറ്റീവായ മാറ്റങ്ങൾ കിട്ടിയതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് നടക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, മലിനമായ ഒരു കുളം ഒരു കുപ്പി മിനറൽ വാട്ടർ ഒഴിച്ച് ശുദ്ധമാക്കാൻ നോക്കുന്നതിന് തുല്യമായ ഒരു അഭ്യാസമാണ്. ഇത്തരം അഭ്യാസങ്ങൾ ചിലരുടെ പ്രശ്നങ്ങൾ ഗുരുതരമാക്കാൻ കാരണമാവുകയും ചെയ്യും. എന്തായാലും മനസ്സിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ കാര്യം പിടികിട്ടുള്ളൂ. ആദ്യം തന്നെ നാം മനസ്സിലാക്കേണ്ടത്, മനസ്സിൻ്റെ 2 തലങ്ങളാണ് ഉള്ളത്: ബോധമനസ്സും ഉബോധമനസ്സും. ഉബോധമനസ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താ ഓടുന്നത് എനിക്ക് വ്യക്തമായി അറിയാം. ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം യൂട്യൂബിലും മറ്റും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയട്ടെ, ബോധമനസ്സും ഉബോധമനസ്സിനെ കുറിച്ചും തെറ്റായ ധാരണകളാണ് മിക്ക ആൾക്കാരുടെ മനസ്സിലുമുള്ളത്. യൂട്യൂബിൽ തന്നെ പല തെറ്റായ വ്യാഖ്യാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ചിലർ പറയുന്നത് കേൾക്കാം, ജീവിതത്തിൽ വിജയിക്കുന്നവർ ഉബോധമനസ്സ് കൂടുതൽ ഉപയോഗിക്കുന്നവരാണെന്ന്. ഇത് ശുദ്ധ അസംബന്ധമാണ്. എന്തെന്നാൽ നാം ഓരോരുത്തരും, അതായത് മനുഷ്യർ എല്ലാവരും തന്നെ ഉബോധമനസ്സ് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കേണ്ടതല്ലേ? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ബോധമനസ്സ് ഉബോധമനസ്സ് എന്നുള്ളത് പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്ന വെറുമൊരു സാങ്കല്പിക ആശയം മാത്രമല്ല. ഇന്ന് ന്യൂറോ സയൻസ് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മനസ്സിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. PET സ്കാനിങ്, ഫങ്ഷണൽ MRI, സ്പെറ്റ് സ്കാൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജീവനുള്ള തലച്ചോറിൻ്റെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കാവുന്നതാണ്. ഇതുവഴി കണ്ടെത്തിയ വസ്തുതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിൻ്റെ പ്രവർത്തനം വ്യക്തമാകും. അപ്പോൾ നമുക്ക് നോക്കാം. മസ്തിഷ്കവും മനസ്സും ഒന്നല്ല. മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണ് മനസ്സ് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. മുമ്പ് സൂചിപ്പിച്ച പോലെ 2 തലങ്ങളായിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്: ബോധമനസ്സും ഉബോധമനസ്സും. അപ്പോൾ ഈ ബോധമനസ്സും ഉബോധമനസ്സിൻ്റെയും സ്ഥാനം എവിടെയാണ്? യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോയിൽ ഒരു കക്ഷി അവകാശപ്പെടുന്നത് കണ്ടു, ബോധമനസ്സിൻ്റെ സ്ഥാനം മസ്തിഷ്കത്തിലും ഉബോധമനസ്സിൻ്റെ സ്ഥാനം ഹൃദയത്തിലുമാണെന്ന്. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കക്ഷി പറഞ്ഞ കാര്യമായിരുന്നു. അയാൾ പറഞ്ഞു, സാർ, എൻ്റെ മനസ്സ് മുട്ടുകാലിലാണെന്ന് തോന്നുന്നു. ടെൻഷൻ വരുമ്പോൾ എൻ്റെ മുട്ടുകാല് കിടന്ന് വിറക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഉബോധമനസ്സ് നമ്മുടെ ഹൃദയത്തിലോ മുട്ടുകാലിലോ ഒന്നുമല്ല. ന്യൂറോ സയൻസിൻ്റെ പുരോഗമനം കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ബോധമനസ്സും ഉബോധമനസ്സിൻ്റെ സ്ഥാനം മസ്തിഷ്കത്തിൽ എവിടെയാണെന്ന്. ഉബോധമനസ്സ് പ്രവർത്തിക്കുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ മിഡ് ബ്രെയിൻ, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്നീ ഭാഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഉബോധമനസ്സിൻ്റെ സ്ഥാനം ഇവിടെയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ബോധമനസ്സ് പ്രവർത്തിക്കുമ്പോൾ നിയോ കോർട്ടെക്സ് എന്ന ഭാഗമാണ് പ്രാവർത്തികമാകുന്നത്. അതിൽ പ്രത്യേകിച്ച് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ബോധമനസ്സിൻ്റെ സ്ഥാനം. അതായത് നമ്മുടെ നെറ്റിയുടെ 3rd ഐ എന്ന് പറയുന്ന ഈ പോയിന്റിൻ്റെ പുറകിലായിട്ട് വരുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗത്താണ് ബോധമനസ്സിൻ്റെ സ്ഥാനം വരുന്നത്.
ബ്രെയിൻ്റെ ഈ ചിത്രത്തിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാകും. ഇവിടെ ഈ കാണുന്ന ഇതാണ് സെറിബെല്ലം, ഇത് ബ്രെയിൻ സ്റ്റെം, ഇതാണ് മിഡ് ബ്രെയിൻ. ഇതിന് ലിംബിക് ബ്രെയിൻ, കെമിക്കൽ ബ്രെയിൻ എന്നും പറയും. ഇവിടെ മേലെ കാണുന്ന ഈ പുറംചട്ട പോലത്തെ സംഭവമാണ് നിയോ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഈ മുൻഭാഗത്താണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയ വരുന്നത്. ഇവിടെ ഉപോധമനസ്സിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം, ഇവിടെ മിഡ് ബ്രെയിൻ, ഈ 3 ഏരിയ കൂടെ ആണ് നമ്മൾ ഉപോധമനസ്സിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ബോധമനസ്സിൻ്റെ സ്ഥാനം ഈ മേലെ കാണുന്ന നിയോ കോർട്ടെക്സ്, അതിൽ പ്രത്യേകിച്ച് ഈ ഭാഗം, ഇതിൻ്റെ മുൻഭാഗം പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഈ ഏരിയ ആണ് നമ്മൾ ബോധമനസ്സിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഹൃദയമിടിപ്പ്, രക്തചംക്രമണം, പ്രതിരോധ ശക്തി പോലുള്ള എല്ലാ പ്രവൃത്തികളും, അതുപോലെ മനസ്സിലെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ ഉപോധമനസ്സിൻ്റെ ശക്തിയാലാണ് പ്രവർത്തിക്കുന്നത്. സ്വമനസ്സാലെ നാം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നിയന്ത്രിക്കുന്നത് ബോധമനസ്സും. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. ന്യൂറോ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി നാം മനസ്സിലാക്കേണ്ടത്. ആദ്യത്തേത്, മനസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഉപോധമനസ്സ് ബോധമനസ്സിനേക്കാൾ 10 ലക്ഷം മടങ്ങ് കൂടുതൽ ശക്തിയുള്ളതാണ്. ബോധമനസ്സിൻ്റെ ശക്തി 1 ആണെങ്കിൽ ഉപോധമനസ്സിൻ്റെ ശക്തി 10 ലക്ഷമാണ്. ഇനിയാണ് രണ്ടാമത്തെ കാര്യം, ബോധമനസ്സ് പ്രവർത്തിക്കുന്നത് ഒരു ദിവസം 5% സമയം മാത്രമാണ്. അതായത് ഒരു ദിവസത്തിൽ 95% സമയവും നമ്മളെ നിയന്ത്രിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഉപോധമനസ്സാണ്. ഇവിടെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബോധമനസ്സ് 5% സമയം മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രെയിൻ കൂടുതൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് സയൻറ്റിസ്റ്റുമാരൊക്കെയാണ് 5% സമയം ബോധമനസ്സ് ഉപയോഗിക്കുന്നത്. അല്ലാത്തവർ 1% തൊട്ട് 2% സമയം മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് നാം ഭൂരിപക്ഷം ആൾക്കാരും 24 മണിക്കൂറിൽ 98% തൊട്ട് 99% വരെ ഉപയോഗിക്കുന്നത് ഉപോധമനസ്സാണ്. ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിക്കുന്നത് ഉപോധമനസ്സാണെന്ന് നമുക്കറിയാമല്ലോ. ചെറുപ്പം മുതലേ നമ്മുടെ സാഹചര്യങ്ങൾ മൂലം ഡെവലപ്പായി വന്ന നമ്മുടെ സ്വഭാവങ്ങൾ ഉപോധമനസ്സിൽ ആണ് പ്രോഗ്രാമായി കിടക്കുന്നത്. ഇനിയൊന്ന് ആലോചിച്ച് നോക്ക്. ചെറുപ്പം മുതലേ നമ്മുടെ ഉപോധമനസ്സിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്കൊട്ടും ആത്മവിശ്വാസമില്ല, ആൾക്കാരുടെ ഇടയിൽ പോകാൻ പറ്റില്ല, ചമ്മലാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, പെട്ടെന്ന് ടെൻഷനാവുന്ന സ്വഭാവം, പെട്ടെന്ന് സങ്കടം വരുന്ന സ്വഭാവം, ഇതുപോലുള്ള കുറേ നെഗറ്റീവ് സ്വഭാവങ്ങൾ നമ്മുടെ ഉപോധമനസ്സിൽ പ്രോഗ്രാമായി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂറും 99% സമയവും ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പൊതുവെ മുമ്പുണ്ടായിരുന്ന ധാരണ, ബോധപൂർവം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉപോധമനസ്സിൽ നിന്ന് നെഗറ്റീവ് വിശ്വാസങ്ങളെയും സ്വഭാവങ്ങളെയും ഒക്കെ മാറ്റി അതിനെ പോസിറ്റീവാക്കും എന്നായിരുന്നു. ഈ കാരണം കൊണ്ടായിരുന്നു നാം നമ്മളോട് തന്നെ പോസിറ്റീവായ വചനങ്ങൾ, അതായത് അഫർമേഷൻസ് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അത് ഉപോധമനസ്സിൽ പതിയും എന്ന തെറ്റിദ്ധാരണ കുറേ പേരുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം, മേലെ സൂചിപ്പിച്ച കാരണങ്ങളാൽ തന്നെ ഉപോധമനസ്സ് ഒരു ടേപ്പ് റെക്കോർഡർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ചെറുപ്പം മുതലേ നാം ജീവിച്ച സാഹചര്യം മൂലം നമ്മുടെ ഉപോധമനസ്സിൽ പല വിശ്വാസങ്ങൾ റെക്കോർഡാകുന്നു. ഈ വിശ്വാസങ്ങൾ സ്വഭാവമായി രൂപാന്തരപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കും. ഇനി ഉപോധമനസ്സിൽ കിടക്കുന്ന ഈ തെറ്റായ വിശ്വാസം മാറ്റണമെന്ന് വെച്ചാൽ ബോധമനസ്സിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റാനുള്ള സംവിധാനം ഉപോധമനസ്സിലില്ല. മനസ്സിൽ ചെറുപ്പം മുതലേ ഭയം കൊണ്ട് നടക്കുന്ന ഒരാളുടെ ഉപോധമനസ്സിലാണ് ഇത് റെക്കോർഡായി കിടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതായത് ഉപോധമനസ്സിൽ ആ ഭയം 10 ലക്ഷം എന്ന ശക്തിയിൽ തങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ണാടി നോക്കി എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്ന് കുറേ ആവർത്തിച്ച് പറഞ്ഞതിനെ കൊണ്ടോ, അല്ലെങ്കിൽ കുറേ പോസിറ്റീവ് വീഡിയോ കണ്ടതിനെ കൊണ്ടോ, പോസിറ്റീവ് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ ഒന്നും തന്നെ ഭയത്തിനെ മാറ്റാൻ സാധിക്കില്ല. എന്തെന്നാൽ ഇതെല്ലാം തന്നെ നാം ബോധമനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ശക്തി വെറും 1 മാത്രമാണ്. ബോധമനസ്സിൻ്റെ 1 എന്ന ശക്തിയും കൊണ്ട് ഉപോധമനസ്സിൻ്റെ 10 ലക്ഷം എന്ന ശക്തിയുമായി ഏറ്റുമുട്ടാൻ പോയാൽ ആര് ജയിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ.
ഇനി അതല്ല, ബോധമനസ്സിൻ്റെ 1 എന്ന ശക്തി കൊണ്ട് ഉപബോധമനസ്സിൻ്റെ 10 ലക്ഷം എന്ന ശക്തിയെ മുകളിൽ പറഞ്ഞ അഭ്യാസങ്ങൾ കൊണ്ട് നേരിടാൻ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും, മാനസിക നില തന്നെ തെറ്റിയെന്നായിരിക്കും. അപ്പോൾ മനസ്സിൽ ഭയവും ടെൻഷനും ഒക്കെ ഉള്ള ഒരാൾക്ക് അത് മാറ്റാനേ പറ്റില്ല എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഉപബോധ മനസ്സിൽ മാറ്റം വരുത്താൻ കെൽപ്പുള്ള മനഃശാസ്ത്ര രീതികളിലൂടെ തീർച്ചയായും മാറ്റങ്ങൾ വരുത്താം. ഉപബോധ മനസ്സിൽ എളുപ്പം മാറ്റം വരുത്താൻ പറ്റുന്ന രീതികളാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി, എനർജി സൈക്കോളജി, ഇൻറ്റഗ്രൽ ഐ മൂവ്മെൻറ്റ് തെറാപ്പി എന്നൊക്കെ പറയുന്ന തെറാപ്പികൾ. ഇവയൊക്കെ സ്വന്തം പ്രശ്നം മാറ്റാൻ ഒരാൾക്ക് സ്വയം ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ തെറാപ്പികളിൽ യോഗ്യത നേടിയ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഏതൊരാൾക്കും അവരുടെ നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാനും അവരുടെ ഉപബോധ മനസ്സിനെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ റീപ്രോഗ്രാം ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാനും സാധ്യമാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും ഇടുക. ഇതുപോലുള്ള മനഃശാസ്ത്രത്തിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.